അള്ളാഹുവിൻ്റെ വാൾ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. മുഅത്തത്ത് യുദ്ധമാണ് സന്ദർഭം. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് സംസാരിക്കുകയാണ്. ആരാണ് യുദ്ധത്തിൻ്റെ നേതൃത്വം വഹിക്കേണ്ടത്? റോമൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഹിർക്കൽ രാജാവിനോടാണ് യുദ്ധം ചെയ്യേണ്ടത്. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദ്യം നേതാവായി ഇസ്ലാമിൻ്റെ പതാക വഹിക്കേണ്ടത് നീയാണ് സെയ്ദ് ബിൻ ഹാരിസ. സെയ്ദ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടാൽ ജഅഫറെ നീയാണ് അടുത്തതായി പതാക വഹിക്കേണ്ടത്. ജഅഫറും കൊല്ലപ്പെട്ടാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ നീയാണ് അടുത്തതായി ഇസ്ലാമിൻ്റെ പതാക വഹിക്കേണ്ടത്. നീയും വധിക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ വാളുകളിൽപ്പെട്ട ഒരു വാളായ ഒരാളെക്കൊണ്ട് അള്ളാഹു നമുക്ക് ഈ യുദ്ധത്തിൽ വിജയം നൽകും. ഒരിക്കലും നുണ പറയാത്ത അവിടുത്തെ അധരങ്ങൾ കൊണ്ട് ഈ വാചകങ്ങൾ കേട്ട 3 പേരും തങ്ങൾ ഈ യുദ്ധത്തിൽ ഷഹീദാവും എന്നുറപ്പിച്ചു. പക്ഷേ അതവരുടെ ഈമാനിന് കാരിരുമ്പിനേക്കാൾ കരുത്തേകുകയാണ് ചെയ്തത്. നഹ്നുല്ലദീന ബയഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ. ജീവൻ്റെ അവസാന ശ്വാസം വരെ ഞങ്ങൾ ദീനിന് വേണ്ടി സമരസജ്ജരായി നിലകൊള്ളും. യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടേയിരുന്നു.